സതീശൻ ഉറച്ചു തന്നെ അൻവർ തൃശങ്കുവിൽ PV അൻവറിൻ്റെ UDF പ്രവേശനം നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറഞ്ഞതോടെ അൻവർ തൃശങ്കുവിലായി. CPMലേക്കുള്ള തിരിച്ചുപോകലും നടക്കില്ലെന്ന് MV ഗോവിന്ദൻ്റെ പ്രസ്താവന വ്യക്തമാക്കിയിരിക്കുന്നു. ലീഗിന് PV അൻവറിനെ സഹായിക്കണമെന്ന് നേരത്തെ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ഷൗക്കത്തിൻ്റെ തിളക്കമാർന്ന വിജയത്തോടെ അത് അസ്തമിക്കുകയായിരുന്നു. ജോയിയെ മത്സരിപ്പിക്കണമെന്നും ഷൗക്കത്ത് തോൽക്കുമെന്നും PV അൻവറിൻ്റെ കടുംപിടുത്തം അഹങ്കാരവും വിനയായത് എന്നും പൊതുവെ വിലയിരുത്തുന്നു. അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കോടികളുടെ കോഴ ആരോപണം PV അൻവർ ഉന്നയിച്ച് വിവാദമാക്കിയത് VD സതീശന് മറക്കാനും പൊറുക്കാനും ആവില്ല. അതുതന്നെയാണ് അൻവറിന് UDF പ്രവേശനത്തിൽ തടസ്സമായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മാത്രമല്ല, VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും UDF സ്ഥാനാർത്ഥികൾക്ക് വൻ വിജയമാണ് ഉണ്ടായത്. അതേസമയം നിലമ്പൂർ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ എല്ലാം മറിയുകയായിരുന്നു. എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയത് VD സതീശനെ കൂടുതൽ ശക്തനാക്കിയതോടെ ലീഗും അൻവറിനെ കൈവിടേണ്ട അവസ്ഥയായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിന് പ്രതിസന്ധിയും ആശങ്കകളും ഒഴിയുന്നില്ല എന്നത് കോൺഗ്രസിനുള്ള ശാപമാണെന്നും ജനങ്ങൾ വിലയിരുത്തുന്നു. യുവ നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ നിന്ന് ഉയർന്ന ചില അവശബ്ദങ്ങൾ ചർച്ചയാവുകയാണ്. ഷൗക്കത്തിൻ്റെ വിജയത്തിന് പ്രധാന കാരണം ലീഗിൻ്റെ പങ്കാണെന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിലയിരുത്തലിൽ വലിയ അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് തീരാ തലവേദനയായി മാറിയിരിക്കുകയാണ്. ശശി തരൂരിൻ്റെ തുടർന്ന് ഉണ്ടാകുന്ന മോഡിയെ പ്രശംസിക്കുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായാണ് കോൺഗ്രസ് നേതാക്കളും തിരുവനന്തപുരത്തെ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂരിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നത്. BJPയിൽ നിന്ന് പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടെന്നാണ് രഹസ്യമായി പുറത്തുവരുന്ന വിവരങ്ങൾ. അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നില്ല, അഥവാ മത്സരിച്ചാലും വിജയിക്കില്ല എന്നാണ് ശശി തരൂരിന്റെ വിശ്വസ്തർ അറിയിച്ചിരിക്കുന്നതെന്നും അറിയുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളോട് ഇപ്പോഴും ജനങ്ങൾക്ക് അത്രയ്ക്ക് തൃപ്തിയൊന്നുമില്ല. നേതാക്കളുടെ ഉള്ളിലിരിപ്പും പരസ്പരമുള്ള നിലപാടുകളും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പിടിവലിയും ചിലപ്പോഴൊക്കെ മറനീക്കി പുറത്തു വരുന്നു. ഇടതിൻ്റെ ഭരണപരാജയം മുതലെടുക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിനിടയിൽ പുതിയ വിവാദവും ചർച്ചയാവുന്നു. നിലമ്പൂർ വിജയത്തിന് പിന്നാലെ കോൺഗ്രസിനും ക്യാപ്റ്റൻ മേജർ പോര് മുറുകുന്നു തന്നെയാണ്. തന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ലെന്ന് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾ ക്യാപ്റ്റൻ എന്നും വിശേഷിപ്പിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ക്യാപ്റ്റൻ എന്ന ആരെയും വിളിച്ചിട്ടില്ല എന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിന് വിജയത്തിൽ പങ്കുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണവും ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പ്രവർത്തനവുമാണ് വിജയത്തിൽ പ്രധാന കാരണങ്ങളെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇത്തരം പരസ്പരമുള്ള നേതാക്കളുടെ നടപടികളെയാണ് ജനങ്ങൾ എതിർക്കുന്നതും വെറുക്കുന്നതും. നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു നേതാക്കളും അഹങ്കരിക്കേണ്ട എന്ന് പ്രവർത്തകർ കരുതുന്നുണ്ടാകാം. നേതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങളും വിവാദ പരാമർശങ്ങളും ഒഴിവാക്കേണ്ടതാണെന്നും കാലാകാലമായി ഒരു വലിയ വിഭാഗം ജനങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള അനുകമ്പയും സ്നേഹവുമാണ് കോൺഗ്രസിൻ്റെ വിജയത്തിന് പ്രധാന കാരണമെന്ന് എല്ലാ ജനങ്ങൾക്കും കൃത്യമായി അറിയുമെന്നും പറയുന്നു. സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയിൽ എന്തിനെന്ന് RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ല. ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ആവശ്യമുണ്ടോ എന്ന വിവാദ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഈ പദങ്ങൾ ഇല്ലെന്നും ഹൊസബല്ലയുടെ അവകാശവാദം RSS നേതാവിൻ്റെ പരാമർശത്തിനെതിരെ വലിയ തലങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരിക്കുകയാണ്. ഭാരതാംബയുടെ പടത്തിൻ്റെ വിവാദം ശക്തമാകുമ്പോഴാണ് RSS നേതാവിൻ്റെ ഈ പരാമർശവും പ്രശ്നമാകുന്നത്. രാജ്ഭവനിലെ ഭാരതാംബയിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിരികൊളുത്തിവിട്ട വിവാദം ഒടുവിൽ എത്തിയിരിക്കുന്നത് ദേശീയ പതാകയിൽ കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്ന മുതിർന്ന BJP നേതാവ് പതാക കാവ്യാക്കുമോ എന്നുള്ള
ചോദ്യവും പ്രസ്താവനയും വലിയ വിവാദമായിരിക്കുകയാണ്. സംസ്ഥാന BJP പ്രസിഡന്റ് വിവാദ പരാമർശം നടത്തിയ പാലക്കാട്ടിലെ നേതാവിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നു. സംസ്ഥാനത്ത് ഇൻചാർജ് DGP വരാൻ സാധ്യത. അന്തിമ പട്ടിക അവഗണിച്ച് മേധാവിയെ നിയമിക്കാൻ സർക്കാർ നീക്കം. സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവി തിരഞ്ഞെടുക്കുന്നതിൽ സർക്കാർ നിയമോപദേശം തേടുന്നുവെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. UPSC കൈമാറിയ അന്തിമ പട്ടികയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥന് ചുമതല നൽകാൻ കഴിയുമോ എന്ന ആലോചനയിലാണ് സർക്കാർ പരിശോധന നടത്തി വരുന്നത്. മറ്റ് 7 സംസ്ഥാനങ്ങൾ ഇൻചാർജ് DGPമാരുണ്ട്. ആ രീതിയും പരിശോധിക്കുകയാണ്. നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖരൻ, യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരാണ് UPSC അന്തിമ പട്ടികയിലുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇഷ്ടക്കാരനെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നതെന്നും പറയുന്നു. UPSC ചെയർമാൻ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന DGP, ചീഫ് സെക്രട്ടറി, കേന്ദ്ര സേനകളിലെ ഒന്നിലെ തലവൻ എന്നിവരുടെ സമിതിയാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിലുള്ള DGPയുടെ കാലാവധി ഈ മാസം 30-ന് തീരും. ഈ ചുരുക്കപ്പട്ടികയിൽ കൂടുതൽ യോഗ്യത യോഗേഷ് ഗുപ്തയ്ക്കാണ് എന്നാണ് പൊതുവെ അറിയുന്നത്. അതിനെ തുരങ്കം വയ്ക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നതായും വാർത്തകൾ വരുന്നു. യോഗേഷ് ഗുപ്തയെ നിയമിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ അർഹതയ്ക്ക് കോട്ടം വരുത്താൻ ശ്രമം നടക്കുന്നതായും പരക്കെ പരാതികൾ ഉയരുന്നുണ്ട്. സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ പരാജയം. സ്വകാര്യ ആശുപത്രികൾക്ക് രോഗികളെ കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കുന്നതായി പരക്കെ പരാതികൾ ഉയരുന്നു. കേരളം എല്ലാറ്റിലും 1-ാം സ്ഥാനത്താണെന്ന് ഇടതു സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ സർക്കാർ ആരോഗ്യ മേഖലയും ആഭ്യന്തര വകുപ്പടക്കം വൻ പരാജയമാണെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിലയിരുത്തുന്നത്. എല്ലാ കാര്യത്തിലും 1-ാം സ്ഥാനത്താണെങ്കിൽ നേതാക്കളുടെ മക്കളടക്കം ലക്ഷക്കണക്കിന് കേരളീയർ യുവാക്കൾ പഠനത്തിനും ജോലിക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്തിന്? യുവാക്കൾ ജോലിക്കായി അയൽ സംസ്ഥാനങ്ങളിൽ ചേക്കേറി വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ മേഖലയിൽ വൻ വിജയക്കുതിപ്പാണ് കേരളം കൈവരിച്ചതെന്ന് വായ്തോരാതെ പറയുന്ന ഇവർ മുഖ്യമന്ത്രി അപ്പോളോവിലും USA മയോ ക്ലിനിക്കിലും ചികിത്സ തേടി പോകുന്നതും ജനങ്ങൾ കാണുകയാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ അടുത്ത കാലത്തെ സംഭവങ്ങൾ വിലയിരുത്തിയാൽ ജനങ്ങൾ ഭീതിയിലും ആശങ്കയിലുമാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, ആവശ്യത്തിന് കിടക്കകളില്ല, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, മരുന്നിൻ്റെ വാങ്ങുന്ന കാര്യത്തിലും മറ്റുമായി ആരോപണങ്ങൾ ഉയരുന്നു. ICUവിലും ആംബുലൻസിൽ പോലും രോഗികൾക്ക് രക്ഷയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്ന സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് പൊതുജനങ്ങൾ വിലയിരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാം വളരെ സമർത്ഥമായി മുതലെടുക്കുന്നത് സ്വകാര്യ ആശുപത്രികളാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വിജയിക്കുമെന്ന് കണ്ടെത്തിയാണ് ആശുപത്രി വ്യവസായം കൂനുപോലെ വളർന്നു വരുന്നത്. രോഗികളെ കൊള്ളയടിക്കാനുള്ള സുവർണ അവസരം കേരളത്തിലാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത കാലത്തായി എത്രയെത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിലെ ആശുപത്രികളുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായി ചിലർ ചൂണ്ടിക്കാട്ടുന്നു. പണ്ടെല്ലാം അപകടനിലയിലുള്ള രോഗികളെ ഡോക്ടർമാർ പറഞ്ഞു വിട്ടിരുന്നത് തമിഴ്നാട്ടിലെ വെല്ലൂർ ആശുപത്രിയിലേക്കാണ്. ക്രമേണ കോയമ്പത്തൂരിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഒഴുക്ക് കൂടിയതായും ഇപ്പോഴും അവിടെ തന്നെയാണ് ഒഴുക്കുകൾ കൂടുന്നതായും ജനങ്ങൾ വിലയിരുത്തുന്നു. 24 മണിക്കൂറിലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള കോയമ്പത്തൂരിലെ വൻകിട സ്വകാര്യ ആശുപത്രികളിലെ ബില്ലിനേക്കാൾ വലിയ തുകയാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നതെന്ന് പരക്കെ ആരോപണങ്ങൾ ഉയരുന്നു. കേരളത്തിലെ സർക്കാരും ആരോഗ്യ വകുപ്പും ആശുപത്രി മുതലാളിമാരെ സംരക്ഷിച്ചു വരുന്നതായി കോടതി പോലും കണ്ടെത്തിയിരിക്കുന്നു. അടുത്ത കാലത്തുണ്ടായ സുപ്രധാന ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവാത്തത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന ആരോപണങ്ങളുമുണ്ട്. ഇതുമൂലം പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രികൾ കൊള്ളയടിച്ചു വരുന്നതായി അനുഭവസ്ഥരായ രോഗികൾ പരാതിപ്പെട്ടു വരുന്നു.